സ്വാമി ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി. രാമായണ തത്വവിചാരത്തിൽ ഉത്തരകാണ്ഡത്തിലെ കഥകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ലക്ഷ്മണോപദേശമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രസിദ്ധമായിട്ടുള്ള രാമഗീത, അതാണ് ലക്ഷ്മണോപദേശം. ലക്ഷ്മണന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൊടുക്കുന്ന ഉപദേശമാണ്. അത് ഭഗവത്ഗീത പോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള രാമഗീത എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ. ആഞ്ജനേയസ്വാമിക്ക് ജയ്. അപ്പോൾ കാലം കൊണ്ടെങ്കിലും സംസാരത്തിൻ്റെ മറുകരയ്ക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അടുത്ത ശ്ലോകം. അജ്ഞാനമേവാസ്യ ഹി മൂലകാരണം തദ്ധാനമേവാത്ര വിധോ വിധീയതേ. വിദ്യൈവ തന്നാശവിധോ വടീയസി ന കർമ്മതജ്ജം സവിരോധമിരീതം. അതായത് സംസാരത്തിൻ്റെ മൂലകാരണം അജ്ഞാനം തന്നെയാണ്. അതിനാൽ സംസാരമുക്തിക്കുള്ള ഏക ഉപായം എന്ന് പറയുന്നത് അജ്ഞാനനാശം തന്നെയാണ്. ഈ അജ്ഞാനമാകട്ടെ ജ്ഞാനം കൊണ്ട് മാത്രമേ നശിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടും നശിക്കാവുന്നതല്ല. അതായത് മുക്തിക്ക് വേണ്ടി പലരും പല കർമ്മങ്ങളും ചെയ്യാറുണ്ട് എങ്കിലും കർമ്മം കൊണ്ട് സംസാരം വളരലല്ലാതെ നശിക്കലില്ല എന്നുള്ളതാണ്. അപ്പോൾ അജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം തന്നെ ഉണ്ടായത്. അപ്പോൾ അജ്ഞാനത്തിൽ നിന്നുണ്ടായ കർമ്മം അജ്ഞാനത്തെ നശിപ്പിക്കാൻ ഒരിക്കലും കാരണമാവില്ല എന്നുള്ളതാണ്. അതായത് കയറിൽ പാമ്പെന്ന ബോധം അജ്ഞാനം കൊണ്ടുണ്ടായതാണ് അല്ലേ. അപ്പോൾ ഒരു കർമ്മം കൊണ്ടും അത് നിവർത്തിക്കയില്ല. കയറെന്ന ബോധമുണ്ടാവുമ്പോൾ താനേ നിവർത്തിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് സംസാരത്തിൻ്റെയും അവസ്ഥ എന്നുള്ളതാണ്. അതിനാൽ സംസാര നിവൃത്തിക്ക് കർമ്മത്തെ വളർത്തലല്ല, കർമ്മത്തെ ക്ഷയിപ്പിക്കലും ജ്ഞാനത്തെ വളർത്തലുമാണ് ആവശ്യമായിട്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ജ്ഞാനഹാനിർണച രാഗസംക്ഷയോ ഭവേത് തഥാ കർമ്മ സദോഷമുൽഭവേൽ തത പുനഃസംസൃതിരപ്യവാരിധ തസ്മാൽ ബുധോ ജ്ഞാനവിചാരവാൻ ഭവേൽ. അതായത് കർമ്മം കൊണ്ട് അജ്ഞാനനിവൃത്തിയോ രാഗാദി ചിത്രവൃത്തികൾക്ക് കുറവോ രണ്ടും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവയ്ക്ക് വളർച്ചയുണ്ടാവുന്നുമുണ്ട്. അപ്പോൾ കർമ്മം വർദ്ധിക്കുന്തോറും രാഗദ്വേഷങ്ങളും അജ്ഞാനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനും പുറമെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മിക്കപ്പോഴും ദോഷപരങ്ങളായിട്ടുള്ള കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. അങ്ങനെ കർമ്മങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരം എങ്ങനെയാണ് നശിക്കുക? ഒരിക്കലും നശിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അതിനാൽ സംസാരമുക്തിയെ ഇച്ഛിക്കുന്ന ഒരാൾ കർമ്മങ്ങളെ കഴിയുന്നത്ര ചുരുക്കി ആത്മവിചാരത്തെയും വൈരാഗ്യത്തെയും വളർത്താൻ ശ്രമിക്കണം. വിചാരവൈരാഗ്യങ്ങളെ കൊണ്ട് മാത്രമേ ജ്ഞാനമുണ്ടാവുകയുള്ളൂ. ജ്ഞാനം കൊണ്ടേ അജ്ഞാനസ്വരൂപമായ സംസാരത്തിൽ നിന്ന് മുക്തിയും കിട്ടുകയുള്ളൂ. അതിനാൽ കർമ്മമല്ല, ജ്ഞാനമാണ് മുക്തിക്ക് കാരണം എന്നുള്ളതാണ്. സത്യകരോപ്യഹി യദ്വദ്വരാ പ്രകാംക്ഷതേ ജ്ഞാനവി കാരകാദികാൻ
തഥൈവ വിദ്യാവിദിതപ്രകാശിതൈർ വിശിഷ്യതേ കർമ്മഭിരേവമുക്തയേ. അതായത് ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് ആദ്യം പറഞ്ഞ അഭിപ്രായത്തിന് ഒരു പൂർവപക്ഷം ഉച്ചരിച്ചിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. കർമ്മം ഒരിക്കലും മുക്തിക്ക് കാരണമാവില്ല എന്നും കർമ്മം കൊണ്ട് അജ്ഞാനം വളരലല്ലാതെ ഒരിക്കലും ക്ഷയിക്കയില്ലെന്നും നിരുപാധികമായിട്ടുള്ള ജ്ഞാനം മാത്രമേ മുക്തിക്ക് കാരണമായി തീരൂ എന്നുമാണല്ലോ നമ്മുടെ നേരത്തെ പഠിച്ച സിദ്ധാന്തം. അപ്പോൾ ഈ സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് പൂർവപക്ഷകാരൻ പറയുകയാണ് എന്ത്? പരമപുരുഷാർത്ഥമായിട്ടുള്ള മുക്തിക്ക് കാരണമായിട്ട് ജ്ഞാനത്തെ എപ്രകാരം ശ്രുതി വിധിച്ചുവോ അതേപോലെ കർമ്മത്തെയും വിധിച്ചിട്ടുണ്ട്. ശ്രുതി സിദ്ധാന്തങ്ങളിൽ ചിലതിനെ തള്ളാനും ചിലതിനെ കൊള്ളാനും ആർക്കും അധികാരമില്ല എന്നുള്ളതാണ്. അപ്പം ജ്ഞാനത്തിന് പ്രചോദനം എപ്രകാരം ശ്രുതിയിൽ നിന്ന് കിട്ടുന്നുവോ അതുപോലെ തന്നെ കർമ്മത്തിനുള്ള പ്രചോദനവും ശ്രുതിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൂടാതെ സംസാരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് കർമ്മഫലങ്ങളെ കേവലം ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്നാണ്. കർത്തവ്യതാബോധം അവനെ എപ്പോഴും പ്രചോദനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അവശ്യ വസ്തുക്കളുടെ സമ്പാദനത്തിനും കർമ്മം അനുപേക്ഷണീയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർമ്മം ജ്ഞാനത്തിന് സഹായമായി തീരുന്നതല്ലാതെ ഒരിക്കലും ഹാനികരമായിട്ട് തീരുന്നില്ല എന്നാണ്. അത് മാത്രമല്ല, കർമ്മത്തെ കേവലം ഉപേക്ഷിക്കുന്നത് ദോഷമാണെന്ന് പോലും ശ്രുതി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് മുമുക്ഷുവായിട്ടുള്ള ഒരാൾക്ക് ജ്ഞാനത്തോടൊപ്പം കർമ്മത്തെയും സേവിക്കുക തന്നെ വേണ്ടി വരും. അപ്പോൾ കർമ്മത്തിന് പലതിൻ്റെയും അപേക്ഷയുണ്ട് ഇല്ലേ? കാലദേശാദി പലതിനെയും ആശ്രയിച്ചാണ് ഈ കർമ്മം നിലനിൽക്കുന്നത്. അതിനാൽ വളരെ വിഷമമാണ് കർമ്മത്തെ ആശ്രയിക്കാനായിട്ട്. അപ്പോൾ ജ്ഞാനത്തിനാണെങ്കിൽ ആ വക യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ്. മനസ്സൊഴിച്ച് മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ലാതെ ജ്ഞാനത്തിന് അതായത് മനസ്സൊഴിച്ച് മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ല ജ്ഞാനത്തിന്. വല്ലവരും പറയുന്നു എങ്കിൽ അത് ശരിയല്ല താനും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, സത്യകാര്യമായിട്ടുള്ള യജ്ഞം എപ്രകാരം പല ഉപകരണങ്ങളോടുകൂടി പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ജ്ഞാനവും കർമ്മത്തോടു കൂടി തന്നെയാണ് പ്രകാശിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ കർമ്മത്തെ കേവലം ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. കേജിൽ വദന്തിരി വിതർക്കവാദിന തദപ്യസൃഷ്ടാവിരോധകാരണാൽ ദേഹാഭിമാനാദഭിവർത്തതേ ക്രിയ വിദ്യാഗതാഹം കൃതിത പ്രസിദ്ധ്യതി. ഇത് മുതൽ പറയുന്ന 10 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ പൂർവപക്ഷത്തിന് മറുപടി പറഞ്ഞ് സിദ്ധാന്തത്തെ ദൃഢമാകുന്ന വിധത്തിൽ സമർത്ഥിക്കുന്നത്. അപ്പോൾ ആലോചനയില്ലാതെ അവിവേകികളായിട്ടുള്ള ചില വിതർക്കവാദികൾ ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളെ പറഞ്ഞേക്കാം. എന്നാൽ അതൊന്നും ശരിയല്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ അസത്തായ ഈ പ്രപഞ്ചത്തിലാണ്. അതിനെ വിടാനായി അവർക്ക് ഇഷ്ടവുമില്ല. അതാണ് ഇത്തരം വാദങ്ങളുടെ അടിയിലുള്ള തത്വം തന്നെ. അപ്പോൾ കർമ്മം നല്ലതോ ചീത്തയോ ഏത് രൂപത്തിലുള്ളതായാലും ശരീരാഭിമാനം വളരുമ്പോൾ കർമ്മവും, കർമ്മം വളരുമ്പോൾ ശരീരാഭിമാനവും അന്യോന്യം ആധാരാധേയ സ്വരൂപേണ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിൽ ഞാനെന്ന അഭിമാനം വളർന്നാൽ പിന്നെ ആത്മഭാവം എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ ജ്ഞാനം അങ്ങനെയല്ല എന്നുള്ളതാണ്. അഹങ്കാരം ലയിക്കുമ്പോഴാണ് ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവുന്നത് തന്നെ. ജ്ഞാനം വളരുന്തോറും അഹങ്കാരം ചുരുങ്ങി ചുരുങ്ങി കേവലം നശിക്കുകയും ചെയ്യും. അപ്പോൾ അഹങ്കാരം നശിക്കുമ്പോൾ അജ്ഞാനത്തിന് നിലനിൽക്കാൻ ഉപാധിയില്ലാതെ കണ്ടുമാവും. അപ്പോൾ അജ്ഞാനവും കേവലം നശിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ദൃഷ്ടിയിൽ കൂടെ നോക്കുമ്പോൾ കർമ്മവും ജ്ഞാനവും അന്യോന്യ വിരുദ്ധങ്ങളാണ് എന്നുള്ളത് പ്രത്യക്ഷമായിട്ട് നമുക്ക്
മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി വിശുദ്ധ വിജ്ഞാന വിരോചനാഞ്ജിത വിദ്യാത്മവൃത്തിശ്ചരമേതി ഭണ്യതേ ഉദേതി കർമാഖിലകാരകാദിഭിർനിഹന്തി വിദ്യാഖിലകാരകാദികം. അതായത് വേദാന്തവാക്യങ്ങളെ വിചാരണം ചെയ്തുണ്ടാവുന്നതായ പരിശുദ്ധമായിട്ടുള്ള ജ്ഞാനപ്രകാശത്തിൽ വിളങ്ങുന്ന അവസാനത്തേതായിട്ടുള്ള ആത്മവൃത്തിയാണ് വിദ്യ, അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കർമ്മത്തിൻ്റെയോ അനിത്യ വസ്തുക്കളാകുന്ന കാരകാദികളുടെയോ യാതൊരു ചേർച്ചയും ഉണ്ടാവില്ല എന്നാണ്. അപ്പം അത് മാത്രമല്ല, അവയുടെ ചേർച്ച ഉള്ളിടത്തോളം കാലം ഈ പറയുന്നതായിട്ടുള്ള ജ്ഞാനം പ്രകാശിക്കുന്നതും ആയിരിക്കില്ല. അപ്പോൾ കർമ്മത്തിൻ്റെ കഥ ഇതിന് നേരെ വിപരീതമാണ് എന്നുള്ളതാണ്. കർമ്മം ആരംഭിക്കുന്നത് തന്നെ അനേകം കാരക വസ്തുക്കളോട് കൂടിയിട്ടാണ്, അല്ലേ? യജമാനൻ, പത്നി, അഗ്ന്യം, ആജ്യം, ഹവിസ്, സമിത്ത് തുടങ്ങിയിട്ട് അനേകം പദാർത്ഥങ്ങൾ കൂടിച്ചേരേണ്ടിയിരിക്കുന്ന ഒരു യജ്ഞത്തിന്. അപ്പോൾ ഇല്ലാത്ത അനിത്യ വസ്തുക്കളെ മുഴുവൻ സങ്കല്പിച്ചുണ്ടാക്കി നിലനിർത്തലും അവയുടെ സംയോഗത്തിൽ കൂടി ഇല്ലാത്ത ചില അനുഭവങ്ങളെ സങ്കല്പിച്ചനുവദിക്കലുമാണ് കർമ്മത്തിൻ്റെയും ഫലത്തിൻ്റെയും സ്വഭാവം തന്നെ. അപ്പോൾ ജ്ഞാനത്തിനാണെങ്കിൽ സകല കാരകങ്ങളെയും നശിപ്പിക്കലാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് അതാണ്. അനിത്യങ്ങളായിട്ടുള്ള സർവത്തിനെയും നശിപ്പിച്ച് ശാശ്വതമായിട്ടുള്ള സത്യത്തെ അനുഭവിപ്പിക്കുന്നു ജ്ഞാനം എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് നോക്കൂ. അതിനാൽ കർമ്മം ജ്ഞാനത്തിന് സഹായകമാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. ജ്ഞാനത്തിന് അത്യന്ത വിരുദ്ധമാണ് കർമ്മം എന്ന് തന്നെ പറയണം എന്നാണ് പറയണേ. തസ്മാത്യജേൽ കാര്യമശേഷ തസുധീർവിദ്യാവിരോധാന്ന സമുച്ചയോ ഭവേൽ ആത്മാനുസന്ധാന പരായണ സദാ നിവൃത്ത സർവേന്ദ്രിയാവൃത്തിഗോചരാം. അതായത് വിവേകിയും ബുദ്ധിമാനുമായിട്ടുള്ള സാധകൻ നിത്യനൈമിത്തികാഗന്ധങ്ങളായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ആവശ്യമായിട്ട് ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കുക തന്നെ വേണം എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ അത് ജ്ഞാനത്തിന് വിരുദ്ധമാണ്. കർത്തവ്യബുദ്ധിയും കർത്തൃത്വബോധവും ഉള്ളിടത്തോളം കാലം ഒരാൾക്ക് ജ്ഞാനമുണ്ടാവാൻ പാടില്ല എന്നാണ്. പിന്നെ കർമ്മം ജ്ഞാനത്തിന് സഹായകമാണെന്നും അതിനാൽ കർമ്മത്തെയും ജ്ഞാനത്തെയും ഒന്നിച്ച് തന്നെ സേവിക്കണമെന്നും പറയുന്നതും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഇരുട്ടും വെളിച്ചവും ഒന്നിച്ചു കൂടിച്ചേർന്ന് ഒരിടത്ത് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ കർമ്മവും ജ്ഞാനവും ഒന്നിച്ച് ഒരാളിൽ ഉണ്ടാവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുമുക്ഷുവായിട്ടുള്ള സാധകൻ സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഇന്ദ്രിയവൃത്തികൾക്ക് അഗോചരമായിട്ടുള്ള ആത്മസ്വരൂപത്തെ എപ്പോഴും അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. രാമഗീതയിലെ 14 ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിച്ച് കഴിഞ്ഞത്. 15ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ. ആഞ്ജനേയസ്വാമിക്ക് ജയ്.